ഹായ് ഹലോ. മാർച്ച് മാസം വന്നാൽ ചില ചെടികൾ അത്ഭുതകരമായി ഇങ്ങനെ വളരാൻ തുടങ്ങും. അതെ, പക്ഷെ ചില ചെടികളുണ്ടല്ലോ നിശബ്ദമായി സ്ട്രെസ് ആകുന്നുണ്ടാവുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് അറിയോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേനൽ പൂർണ്ണമായി തുടങ്ങുന്നതിന് മുമ്പുണ്ടല്ലോ അവസാന തയ്യാറെടുപ്പ് മാസമാണ് നമ്മുടെ ഈ മാർച്ച് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, മാർച്ച് മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണ് നമ്മുടെ വേനലിങ്ങനെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ശരിയായ രീതിയിൽ കെയർ കൊടുത്താലുണ്ടല്ലോ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിങ്ങളുടെ ഗാർഡൻ പൂത്ത് മറിഞ്ഞിങ്ങനെ നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇത് അവഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ വേനൽക്കാലത്ത് നമ്മൾ പറയേണ്ടി വരും, എന്താണ് എൻ്റെ ചെടി ഇങ്ങനെ ഉണങ്ങിപ്പോയത്, അയ്യോ കഷ്ടമായി പോയില്ലോ. അപ്പോൾ അങ്ങനെ പറയാതിരിക്കാനാണ് ഞാൻ ഇപ്പോൾ കുറച്ച് ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് മാർച്ച് മാസത്തിൽ പ്ലാന്റുകൾക്കും റോസുകൾക്കും പൂച്ചെടികൾക്കും ഇൻഡോർ പ്ലാന്റുകൾക്കും ഒക്കെ വേണ്ട ശരിയായ പരിചരണം എന്താണെന്നുള്ളത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ മാർച്ച് മാസത്തിൻ്റെ ഒരു സ്വഭാവം നമുക്ക് ആദ്യമായിട്ട് നോക്കിയാലോ. മാർച്ച് കേരളത്തിൽ ഒരു മാറ്റത്തിൻ്റെ മാസമാണ്. ചൂട് പതിയെ ഇങ്ങനെ കൂടും, മണ്ണ് വേഗത്തിലിണങ്ങും, കീടാക്രമണം ഇങ്ങനെ തുടങ്ങും, പുതിയ വളർച്ച സജീവമാകുകയും ചെയ്യും. അതെ, ഇതൊരു തയ്യാറെടുപ്പ് മാസമാണ്. മാർച്ചിൽ നിങ്ങൾ ചെയ്യുന്ന കെയറാണ് വേനൽക്കാലത്ത് നമ്മുടെ ഗാർഡൻ്റെ പെർഫോമൻസ് തീരുമാനിക്കുന്നത്. എങ്ങനെയാ, മനസ്സിലായോ? അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. മാർച്ചിൽ റോസുകൾക്കും പ്ലാന്റുകൾക്കും ഒക്കെ പല തരത്തിലുള്ള കെയറുകൾ കൊടുക്കണം. നമുക്ക് പ്രൂണിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലഘുവായിട്ടുള്ള പ്രൂണിങ്ങാണ് കൊടുക്കേണ്ടത് കേട്ടോ. വലിയ പ്രൂണിംഗ് ഒന്നും വേണ്ട. ഉണങ്ങിയ കൊമ്പുകളൊക്കെ നീക്കം ചെയ്യുക, എന്താ പറയുക, അകത്തിങ്ങനെ കുരുങ്ങി വളരുന്ന കൊമ്പുകളൊക്കെ മുറിച്ച് കളയുക, വായു സഞ്ചാരം മെച്ചപ്പെടുത്തുക. ഒരു കാര്യം ഓർക്കണം കേട്ടോ, നമ്മുടെ ചെടികൾ നമുക്കൊരു രാജ്ഞിയാണ്. അവയ്ക്ക് സ്പേസ് വേണമെന്നുള്ളതാണ്. ആ സ്പേസ് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി വളപ്രയോഗത്തിലേക്ക് വന്നാലോ, ജൈവ കമ്പോസ്റ്റ്, ബോൺമീൽ, ചാണകം, ഇത്തരത്തിലുള്ള വളങ്ങളാണ് മാർച്ച് മാസത്തിൽ കൊടുക്കേണ്ടത്. ഈ സമയത്തുണ്ടല്ലോ ഹെവി കെമിക്കൽസ് കൊടുക്കരുത്. ചൂട് വരുന്നതിന് മുമ്പ് ചെടിയെ ശക്തമാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ചെറിയ ചെറിയ ജൈവ വളങ്ങളൊക്കെ കൂടുതലായിട്ട് കൊടുക്കുന്നതാണ് ഈ സമയത്ത് നല്ലത്. ഇനി വെള്ളം കൊടുക്കുന്ന കാര്യം നോക്കിയാലോ. രാവിലെ വെള്ളം കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. വൈകുന്നേരത്തെ വെള്ളം കൊടുപ്പും മാക്സിമം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക. ശരിക്കും പറഞ്ഞാൽ ഒട്ടും ആടി കൊഴിഞ്ഞ് പോകുന്നെങ്കിൽ മാത്രം നമ്മൾ വൈകുന്നേരങ്ങളിലേക്ക് വെള്ളത്തിന് പോയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ വെള്ളം കൊടുക്കുന്നതാണ് ബെസ്റ്റ്. മണ്ണ് മുഴുവൻ ഉണങ്ങിയാൽ മാത്രം ഡീപ്പ് വാട്ടറിങ് ചെയ്യുക. ഓർക്കണേ ഒരു കാര്യം, പ്രതിദിനം വെള്ളം കൊടുക്കുന്നതുണ്ടല്ലോ സ്നേഹമല്ല, ശരിയായ സമയത്ത് കൊടുക്കുന്നതാണ് യഥാർത്ഥ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചു ചെടിക്കെന്ന് ചോദിച്ചാൽ, വെള്ളം ഒഴിച്ച് എന്നും വെള്ളം ഒഴിക്കുന്നുണ്ട്, പക്ഷേ അതങ്ങ് ഡാമേജായി പോവുകയാണ്. അങ്ങനെയല്ല, എന്നും വെള്ളം ഒഴിക്കുന്നതിലല്ല കാര്യം, ശരിയായ സമയത്ത് വെള്ളം കൊടുക്കുന്നതിലാണ് കാര്യം. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വൈകുന്നേരങ്ങളിലൊക്കെ കൊണ്ടുപോയി വെള്ളം ഒഴിച്ചാലുണ്ടല്ലോ ചെടികൾക്ക് വെള്ളം കൊണ്ടുള്ള ഉപയോഗം എന്താണ്? നമ്മൾ പണ്ട് കാലത്ത് പഠിച്ചിട്ടില്ലേ, പ്രകാശ സംശ്ലേഷണം. അതെ, അത് ചെയ്യുന്നത് സൂര്യപ്രകാശത്തിലാണ്. അപ്പോൾ വൈകുന്നേരം വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സൂര്യനില്ല, സൂര്യപ്രകാശവും ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആഹാരം പാകം ചെയ്യാൻ പറ്റുകയില്ല. പക്ഷെ നമ്മൾ രാവിലെയാണ് വെള്ളം കൊടുക്കുന്നതെങ്കിലോ സൂര്യൻ അങ്ങോട്ട് ഉദിക്കും, സൂര്യപ്രകാശം കിട്ടും, ചെടികളുടെ അടുക്കള അങ്ങോട്ട് റെഡിയാവും, അവർ ആഹാരം പാകം ചെയ്യും, കഴിക്കും, നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെള്ളം കൊടുക്കുമ്പോൾ എപ്പോഴും രാവിലെ തന്നെ കൊടുക്കാൻ നോക്കുക. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ കീടനിയന്ത്രണം ചെയ്യുക എന്നുള്ളതാണ്. മാർച്ചൊക്കെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 10 ദിവസത്തിലൊരിക്കലൊക്കെ നീം ഓയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഇലയുടെ പിന്നിൽ ഇങ്ങനെ പരിശോധിച്ച് നോക്കുക. ശരിക്കും ബോഗൺവില്ല ആയിരുന്നാലും ചെമ്പരത്തി ആയിരുന്നാലും എക്സോറ ആയിരുന്നാലും അഡീനി ആയിരുന്നാലും ഒക്കെ സൂര്യപ്രകാശം വേണം എന്നുള്ളതാണ്. ഈ മാർച്ചിൽ സൂര്യൻ്റെ ശക്തി ഭയങ്കരമായിട്ട് കൂടും, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊന്നും പെട്ടെന്ന് ഫുൾ സണ്ണിലോട്ട് എടുത്ത് വെക്കണമെന്ന് ഞാൻ പറയില്ല കേട്ടോ, അങ്ങനെ വെക്കരുത്. ഗ്രാജ്വലി അതിന് സൂര്യപ്രകാശം കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ മണ്ണ് അത് ഇളക്കി കൊടുക്കുക. മുകളിലുള്ള മണ്ണ് അല്പം ഇളക്കുക. നമ്മൾ എന്താ പറയുക, മഴക്കാലത്തൊക്കെ നന്നായിട്ട് കുത്തി ഇളക്കുന്നത് പോലെ ഇളക്കി കൊടുക്കരുത്. വളരെ സ്ലോ ആയിട്ട് മുകളിൽ മാത്രം ഇളക്കി കൊടുക്കുക. ഇത് വേരുകൾക്ക് വായു സഞ്ചാരം കൊടുക്കും. അതെ, പിന്നെ വെള്ളം കൊടുക്കുന്ന രീതി എന്ന് ചോദിച്ചാൽ പല ചെടികൾക്കും പല രീതിയിലായിരിക്കും. ഈ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ
മാർച്ചിലൊരു സൈലൻറ്റ് സ്ട്രെസ് ആവാമെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അധികം വെള്ളം വേണ്ട. ഇപ്പോൾ സ്നേക്ക് പ്ലാന്റ് ആയിരുന്നാലും CC പ്ലാന്റ് ആയിരുന്നാലും കൂടുതൽ വെള്ളം കൊടുക്കേണ്ട എന്നുള്ളതാണ്. ഇൻഡോർ പ്ലാന്റ്സിന് പ്രത്യേകിച്ച് ഓവർ ലവും ഓവർ വാട്ടറും ഒക്കെ കൊടുത്താൽ സ്ലോ ആയിട്ടത് ഡെഡ് ആവും എന്നുള്ളതാണ് സത്യം. നമ്മളിപ്പോൾ ഏത് ചെടികൾ വെച്ചാലും വേനൽക്കാലം ആകുമ്പോഴും അല്ലാന്നുണ്ടെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന് എന്താ പറയുക, ഡ്രെയിനേജ് ഹോൾ ഉണ്ടോ എന്ന് നോക്കുക. ഇലകൾ മഞ്ഞായി വരികയാണെന്നുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക. ഈ മാർച്ച് മാസം ഞാൻ ആദ്യമാണ് ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കാൻ പറഞ്ഞത്. മാർച്ച് മാസം പകുതി കഴിയുമ്പോഴും ഹെവി ഫെർട്ടിലൈസർ ഒഴിവാക്കുക എന്ന് തന്നെയാണ് ഈ വേനൽക്കാലത്ത് പറയാനുള്ളത്. ലിക്വിഡ് ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കുക, പിന്നെ നല്ല നല്ല കമ്പോസ്റ്റുകൾ കൊടുക്കുക, മണ്ണിന് പൊതയിട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെടികളുടെ സ്ട്രെസ്സ് കുറയുകയും ചെയ്യും, നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ വേനൽക്കാലം വന്നതിന് ശേഷം ചെടികളെ രക്ഷിക്കാൻ നോക്കരുത്. വേനൽക്കാലത്തിന് മുമ്പ് തന്നെ ചെടിയെ രക്ഷിക്കാൻ തയ്യാറാവണം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത്, മാർച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ ചട്ടികളെല്ലാം ഒന്ന് പൊടി തട്ടി നല്ല അടിപൊളിയായിട്ടൊന്ന് പ്രൂൺ ചെയ്യാനുള്ളതൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് നല്ല സെറ്റാക്കി നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അടിപൊളിയായിട്ടൊരു ഗാർഡൻ, അടിപൊളിയായിട്ടൊരു പൂക്കാലം നമുക്ക് വേനൽക്കാലത്ത് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ചെടികൾ എന്ത് തന്നെയായിരുന്നാലും, അതിപ്പോൾ റീംസ് ബാസ്ക്കറ്റിൽ നിന്ന് വാങ്ങിയാലും മറ്റെവിടെ നിന്ന് വാങ്ങിയാലും ശരിയായ കെയർ നൽകിയാൽ മാത്രമേ ഗാർഡൻ ഷൈൻ ചെയ്യുള്ളൂ, അല്ലേ? അപ്പോൾ ഗാർഡൻ നമുക്കൊരു അലങ്കാരം മാത്രമല്ല, അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഗാർഡനിങ് ചെയ്യുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്വമായിട്ട് കാണുക. അതെ, അപ്പോൾ നിങ്ങളുടെ ഗാർഡനിൽ നിങ്ങൾ മാർച്ചിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞു തന്നത് മാത്രം ആവണമെന്നില്ല. നിങ്ങൾക്കും ഒരുപാട് ഐഡിയകളും നിങ്ങൾ ഇതുവരെ സംരക്ഷിച്ചു പോകുന്ന ഒരുപാട് രീതികളും ഒക്കെ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ നിങ്ങളിൽ റോസ് പ്രേമികളുണ്ടോ? അല്ലെങ്കിൽ പൂച്ചെടി പ്രേമികളുണ്ടോ? അല്ലെങ്കിൽ ഇൻഡോർ പ്ലാൻ ലവേഴ്സ് ഉണ്ടോ? നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളതെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ കൂടുതൽ പ്ലാന്റ് കെയർ ടിപ്സ് വേണമെന്നുണ്ടെങ്കിൽ റീംസ് ബാസ്ക്കറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒത്തിരി പേര് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടം ആയി എന്നതിലുപരി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക? നേരത്തെ മുറ്റത്തേക്ക് ഇറങ്ങുക. നിങ്ങളുടെ ഗാർഡനിലെ പ്ലാന്റുകൾക്കെല്ലാം തന്നെ ആവശ്യത്തിനുള്ള കെയർ ഈ സമയത്ത് കൊടുക്കുക. ഈ മാർച്ചിലെ ആദ്യ പകുതികളിൽ കൊടുക്കുക. അങ്ങനെ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ അതെ, ഏപ്രിൽ മെയിലൊക്കെ അടിപൊളി പൂക്കൾ വിടരുന്ന ഒരു കിടിലൻ ഗാർഡൻ നിങ്ങൾക്ക് നിങ്ങളുടെ കൺമുന്നിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ്? ചെയ്യില്ലേ? അതെ, ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തതിൻ്റെ ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും